നല്ല ഫിലിമാണ്. നല്ല കോമഡീസും സിറ്റുവേഷണൽ കോമഡീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിനുള്ളിലാണെങ്കിലും നല്ല റെസ്പോൺസ് ആയിരുന്നു. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ആരെയും നമുക്കൊരു കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഒക്കെയാണ്. ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഒരു തലവെച്ച പിള്ളേരൊക്കെയാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെ തലവെച്ച പിള്ളേരെ കാണാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ട്രെയിലർ കണ്ടില്ല. അതെ ചിരിച്ച് അതാ പറഞ്ഞു. സിറ്റുവേഷണൽ കോമഡീസും സർക്കാസ്റ്റിക് കോമഡി എല്ലാം വർക്ക് ആയിട്ട് നല്ല ഇന്നലെ ചെറിയൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം സോറി ഒച്ച വയ്യ. എന്തായാലും ഒരു ഫൺ വാച്ചായിരിക്കും. എന്താ പറയാ, എല്ലാവരുടെയും കൂടെ എക്സ്പീരിയൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് ഞാൻ വന്നത് തണ്ണീർമത്തനിലെ ചീഫ് ആണെങ്കിലും അസിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ പുള്ളി വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് വരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആയിരുന്നു, ഇങ്ങനെ പോയി ചെയ്തതാണ്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാ. എന്താ പറയാ, കോമഡി സീരീസ് ഇതുവരെ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബിക്കോസ് എപ്പോഴും നമ്മൾ ത്രില്ലർ അല്ലേ കണ്ടുകൊണ്ടിരിക്കണം. സോ ഞാൻ പ്രവീൺ ചേട്ടനോട് താങ്ക്സ് പറയുന്നു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സീരീസ് 5-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വരികയാണ്. ഞാൻ റൈറ്ററാണ്. നമ്മളൊരു പേരില്ലൂർ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് രസമുള്ള ക്യാരക്ടേഴ്സും ഒരുപാട് മൊമെന്റ്സും ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു പഞ്ചായത്ത് ഇലക്ഷനും മാളവികയും ശ്രീകുട്ടനും തമ്മിലുള്ളൊരു പ്രണയവുമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചിരി ഉണർത്തുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. 125ഓളം ക്യാരക്ടേഴ്സ് തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു വെബ് സീരീസ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു ആദ്യത്തെ സംരംഭമാണ്. മലയാളത്തിലെ ഹോട്ട്സ്റ്റാറിന്റെ 3ാമത്തെ വെബ് സീരീസുമാണിത്. അപ്പോൾ 7 എപ്പിസോഡാണ് ടോട്ടൽ ഡ്യൂറേഷൻ. എല്ലാവരും കാണാം. അതിനെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് അതിന്റെ ഒരു ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഭയങ്കര ഫീൽഡ് ആയിട്ടുള്ള സീരീസ് ആണ്. സന്തോഷമല്ലേ കാണാൻ പറ്റിയത്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാവരും പെർഫോമൻസ് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര ചിരിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, ഒരുപാട് സീൻസ് ഉണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. സംഗീതം ചേട്ടൻ എല്ലാവരും ഭയങ്കര പഠിച്ചത് ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പെർഫോമൻസും ഗംഭീരമായിട്ടുണ്ട്. കഥ നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലും എല്ലാവരും കാണും. മനുഷ്യത്വം ഇല്ലായ്മയൊക്കെയാണ് അതിനകത്തുള്ള. ഇതിനകത്തൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. അതൊരു സാധുവായ കാര്യമാണ്. പക്ഷേ അതിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ കൂടുതൽ മത്സരിക്കാനുള്ള ടെൻഡൻസി, ഒരു പ്രാവശ്യം തോക്കുമ്പോഴും ഇനിയും ജയിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള കഥാപാത്രമാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും വളരെ നിസ്സാരമായിട്ട് 1 വോട്ട് 2 വോട്ടൊക്കെ തോറ്റു പോയിട്ട് അത് നമ്മൾക്ക് തലയിലെടുത്തെന്ന് പറഞ്ഞ കാര്യം അത് അയാളുടെ വിധിയാണ് പറയുന്നത്. ചിലത് ഒന്നും ചെയ്യാതെ ജയിക്കുന്നവരുണ്ട് പല കാര്യങ്ങളും. ഇതിനകത്ത് എത്ര അധ്വാനിച്ചാലും ജയിക്കുന്നില്ല. അതാണ് അതിനകത്തൊരു പ്രത്യേകത. അപ്പം വീണ്ടും ഒരു ശക്തിയാണ്. അടുത്തത് നമുക്ക് നോക്കാം, അടുത്തത് ജയിക്കും എന്ന് പറഞ്ഞ് ജയിച്ചതുപോലെ സന്തോഷിച്ച് തോറ്റവൻ നടക്കുന്നു. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ അത് പ്രത്യേക ഒരു കഥാപാത്രമാണത്. ഇതിനകത്ത് ജീവിതത്തിൽ പല തുറകളിലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും. ഒരുപാട് പരാജയപ്പെട്ട് കഴിഞ്ഞാലും അതൊന്നും മുഖമൊക്കെയാതെ മനസ്സിനെ ശക്തിപ്പെടുത്തോണ്ട് വീണ്ടും മുന്നേറുക. അത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് മനുഷ്യർക്ക് ഒരു പാഠമാണ്, ഒരു പ്രചോദനമാണ് പറയുന്നത്. നല്ല കഥാപാത്രമാണ്. ഈ സീരീസിലെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. തോൽവി വന്നാലും നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയത്? അത് ഞാൻ പറഞ്ഞതാണ്. കാരണം എത്ര തോറ്റു കഴിഞ്ഞാലും എങ്ങനെ എവിടെല്ലാം പരാജയപ്പെട്ടാലും വീണ്ടും ശക്തി സംഭരിച്ച് അല്ലെങ്കിൽ അതൊന്നും കാര്യമായിട്ട് ബാധിക്കാത്ത ചില ആൾക്കാർ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ പൊളിറ്റിക്സ് ആകുമ്പോൾ അത് കുറച്ച് സാധാരണ ജീവിതത്തിൽ കുറച്ച് നമ്മൾ കൂട്ടി എക്സാഗ്രേറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നു. അതാണ് ഇത് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണല്ലോ. കാരണം അത് തോറ്റു കഴിയുമ്പോൾ വളരെ മനസ്സ് വല്ലാതെ തളർന്ന് പിന്നെ പല കാര്യങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും.
ഇത് അങ്ങനെയൊന്നുമില്ല. തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജയിക്കുകയാണ്, പിന്നെ ജയിച്ച പോലെയാണ് ആൾ പെരുമാറുന്നത്. അപ്പോൾ അതൊരു പ്രചോദനമാണ്, ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശക്തിയാണ്, ഒരു മെസ്സേജായിട്ട് കൂടെ നമുക്ക് കരുതാം. നന്നായിരുന്നു, അതെ, എല്ലാം നന്നായിരുന്നു. ഇതിന് സണ്ണി, വിജയരാഘവൻ, ജ്യോതിഷ് എല്ലാം നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ടാണ്, നമ്മളെല്ലാം നന്നായി ചോദിച്ചത്. മറ്റ് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ, ഇവരെ വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന മറ്റേ കുഞ്ഞപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചു ക്യാരക്ടേഴ്സ് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. സന്ദീപ് എനിക്ക് അറിയാവുന്ന എല്ലാ ക്യാരക്ടർ ചെറിയ കഥാപാത്രങ്ങളെ വരുന്നവർ പോലും നന്നായി ചെയ്യുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, OTT ഉണ്ട്, പിന്നെ ഇതിൻ്റെ OTT തന്നെയാണ് വെബ് സീരീസ്. അപ്പോൾ അത് നമ്മുടെ സിനിമയ്ക്ക് നല്ല ഗുണം ചെയ്യും. തീർച്ചയായിട്ടും തിയേറ്ററിൽ പല പഠനങ്ങൾക്കും മിക്ക സിനിമകളിൽ ആളില്ലാത്ത പ്രശ്നങ്ങൾ പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് അത് ജനശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്യും. പിന്നെ നിർമ്മാതാവിനെ കുറിച്ച് ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് കാശ് മുടക്കുമ്പോൾ പൈസ കിട്ടണമല്ലോ. എല്ലാവർക്കും ഡയറക്ടർക്കാണെങ്കിലും മറ്റ് ടെക്നീഷ്യനാണെങ്കിലും ഞങ്ങളായിട്ടുള്ള ആക്ടേഴ്സാണെങ്കിലും ഒക്കെ ഒരു നല്ല ഒരു സന്തോഷമുള്ള ഒരു മേഖല തന്നെയാണ്, ഒരു പിടിവള്ളിയാണെന്ന് പറയാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി, പിന്നെ അത് കണ്ടിട്ട് എൻഗേജിങ്ങാണ്. പിന്നെ അത്യാവശ്യം ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. അവർ നീറ്റായിട്ട് വിരട്ട് ചെയ്തിട്ട് വെറുതെ നല്ല അഭിപ്രായമാണ്, കണ്ടവരെല്ലാരും പറഞ്ഞു. നമ്മള് ജനുവരി 5-ന് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ട് കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ഒരു അയ്യോഭാവം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ. അത് നല്ല ഫണ്ണിയുമാണ്, അത് അത്രയും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിൽ നിന്ന് വെബ് സീരീസിലേക്ക് ഒരു തുടക്കമാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം സിനിമ എന്ന പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിലെ കഥാപാത്രം ഡിമാൻഡ് ചെയ്ത പോലെ പിന്നെ അതേപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാനൊക്കെ ശ്രമിച്ചു. എനിക്കൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും തോന്നുന്നു. അയ്യോ എല്ലാരും കണ്ടിട്ട് പറയാ, അഭിപ്രായം പറയും. 5-ാം തീയതി സ്ക്രീനിങ് ആണ്, എല്ലാവരും തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.